കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനം തുറന്നുകാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ വിഭവങ്ങളുടെ പ്രഥമ അവകാശികൾ മുസ്ലിങ്ങൾ എന്നത് കോൺഗ്രസ് നിലപാടാണ്. 2006 മൻമോഹൻ സിംഗിന്റെ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. We need to be revitalized. We will have to devise innovative plans to ensure that minorities, particularly the Muslim minority, are empowered to share equitably in the fruits of development. They must have the first claim on our resources. ഗൗതം അനന്തനാരായൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ. അനു, 2006 ഭാരതത്തിൻ്റെ അന്നത്തെ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മൻമോഹൻ സിംഗ് നടത്തിയ പ്രസ്താവനയാണ് നമ്മൾ കേട്ടത്. അതായത് രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ പ്രഥമ അധികാരികൾ മുസ്ലിങ്ങളാണ് എന്ന ഒരു പ്രതികരണം അന്ന് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കാരണം ഒരു ജനാധിപത്യ മതേതര സ്വഭാവമുള്ള രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഒരു മതവിഭാഗമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങളുടെ എല്ലാം അധികാരികൾ, അല്ലെങ്കിൽ ആ വിഭവങ്ങൾ വീതിച്ചു നൽകുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം മുസ്ലിങ്ങൾക്കാണ് നൽകേണ്ടത് എന്ന മൻമോഹൻ സിംഗിൻ്റെ പ്രതികരണം അന്ന് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചതാണ്. ഇക്കാര്യമാണ് രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയത്. അതായത് കോൺഗ്രസ് ഒരിക്കൽ കൂടി രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തിൻ്റെ സ്വത്തുക്കളും വിഭവങ്ങളുമെല്ലാം അത് പ്രത്യേകിച്ച് അനധികൃത കുടിയേറ്റക്കാർക്കും അതോടൊപ്പം തന്നെ ഒരുപാട് കുട്ടികളുള്ളവർക്കും വീതിച്ചു നൽകും എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. നമുക്കറിയാം, അടുത്ത കാലത്ത് കോൺഗ്രസിൻ്റെ അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന CPM, CPI തുടങ്ങിയ വിവിധ കക്ഷികളുടെ പ്രകടന പത്രിക അത് പൊതുവെ രാജ്യവിരുദ്ധ സ്വഭാവം വെച്ച് പുലർത്തുന്ന പ്രകടന പത്രികയാണ് എന്ന വിമർശനം പ്രത്യേകിച്ച് BJPയും ഒപ്പം സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ ഉയർന്നിരുന്നു. അന്നും പ്രധാനമന്ത്രി കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ രൂക്ഷഭാഷയിൽ വിമർശിച്ച് രംഗത്തെത്തി. രാജ്യവിഭജനത്തിന് കാരണക്കാരായ മുസ്ലിം ലീഗിന്റെ പൈതൃകം പേർന്ന പ്രകടന പത്രികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയതെന്നും അർബൻ നക്സലുകളാണ് കോൺഗ്രസിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം. അതായത് ഈ തെരഞ്ഞെടുപ്പ് റാലികളിലെല്ലാം അദ്ദേഹം തൻ്റെ 10 വർഷക്കാലത്തെ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിനൊപ്പം കോൺഗ്രസിൻ്റെ ചരിത്രവും അല്ലെങ്കിൽ 47-ൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പിന്നീട് കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ എങ്ങനെയാണ് ഇവിടെ ആളുകൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കിയത്, അല്ലെങ്കിൽ കോൺഗ്രസ് ഭരണകാലത്ത് ന്യൂനപക്ഷ പ്രീണനം അത് എത്രത്തോളം കടന്നുപോയിരുന്നു എന്നതൊക്കെ പ്രധാനമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. അതിനാലാണ് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ റാലിയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് നടന്നിട്ടുള്ള വളരെ വിവാദകരമായൊരു പരാമർശം, ഒരു രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ പ്രധാനപ്പെട്ട അധികാരികൾ മുസ്ലിങ്ങളാണ് എന്ന പരാമർശം ഒരു പ്രധാനമന്ത്രി നടത്തിയത് നരേന്ദ്രമോദി ഓർമ്മപ്പെടുത്തുകയും ഒപ്പം ഒരിക്കൽ കൂടി കോൺഗ്രസിന് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ കുട്ടികളുള്ളവർക്ക് ഈ വിഭവങ്ങൾ നൽകാനും ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി നമ്മുടെ രാജ്യത്തേക്ക് കുടിയേറുന്നവർക്ക് പൗരത്വം നൽകാനും അവർക്ക് കൃത്യമായി തന്നെ ഈ വിഭവങ്ങൾ വീതിച്ച് നൽകാനുമൊക്കെയുള്ള സാധ്യതയുണ്ട് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. അനു.